You've been talking about patience, hoping for everlasting. You're known for talking crazy. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാപ് കട്ട് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ അധികം എഫക്ട്സും ട്രാൻസിഷൻസും ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കോംബോ എന്നുള്ള രീതിക്കാണ് ആ ഒരു പ്രിവ്യൂവിൽ നിങ്ങൾ കണ്ട ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള കുറേ അധികം കോംബോസ്, അതായത് അതിലുള്ള എഫക്ട്സ് ആനിമേഷൻസ് ഒക്കെ വെച്ച് ഇതേപോലുള്ള കുറേ അധികം ട്രാൻസിഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് ക്യാപ് കട്ട് പറയുന്ന ആപ്ലിക്കേഷൻ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏത് ക്ലിപ്പാണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഒരു 2 ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു 2 ക്ലിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഇതിൽ ആനിമേഷൻസും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കോംബോ പോലെ നമുക്കിത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ആനിമേഷനിലേക്ക് വരിക. ഇവിടെ നമുക്ക് ലോഡ് ആവാൻ ഓക്കെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ലോഡിങ് സ്പീഡ്. ഇതിൽ VPN കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ കോംബോയിലേക്ക് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സൂം 1 എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബേസിക് സൂം നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിന് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ആനിമേഷനിലേക്ക് വരുന്ന വരിക. അവിടെ നമ്മൾ കോംബോ സെലക്ട് ചെയ്യുക. കോംബോയിൽ നമുക്കിവിടെ വൊബിൾ എന്ന് പറഞ്ഞൊരു ഇതേപോലെ ഒരു ഷെയ്ക്ക്, അതായത് ഒരു മീഡിയം ഷെയ്ക്ക് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ആനിമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞാൽ നിങ്ങൾ ബീറ്റിനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊന്നും വലിയൊരു ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ഏതൊരു വീഡിയോയും അതിൻ്റെ ഓഡിയോ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പം ബീറ്റിനനുസരിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല, ഇത് ആ ഒരു ഫീല് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ഈ ഒരു ട്രാൻസിഷൻ്റെയും കാര്യങ്ങളുടെയൊക്കെ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ നടുക്കുള്ള ആ ഒരു മൈനസ്, അതായത് ആ ട്രാൻസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇതേപോലെ കുറേ അധികം ട്രാൻസിഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ സ്ലൈഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറേ അധികം സ്ലൈഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്യൂബ്, സ്വിച്ച് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നമ്മൾ ഓപ്പൺ എന്നുള്ള ആ ഒരു ട്രാൻസിഷൻ നമ്മൾ കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് വന്ന് നമ്മളൊരു 3 സെക്കൻഡ്സിലേക്ക് കൊടുക്കുക. ഇത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ടൈമാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 സെക്കൻഡാണ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഷെയ്ക്കായി വരുന്ന രീതിക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പ്യുവർലി നിങ്ങളുടെ ഇഷ്ടം. അതായത് എഫക്ട്സിലേക്ക് വരിക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. ഈ ഒരു വീഡിയോ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് കുറേ അധികം സംഭവങ്ങളുണ്ട്. അതായത് ക്യാമറ ഷെയ്ക്ക്, ഹാലോ ബ്ലർ, സ്ലാൻഡഡ് ബ്ലർ, ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഉണ്ട്. ഇതിൽ ഹാലോ ബ്ലർ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചത്, അതായത് ആദ്യം നിങ്ങളുടെ ആ ഒരു സൂം കൊടുത്തില്ല, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാലോ ബ്ലർ യൂസ് ചെയ്യാം. ഒരു സോഫ്റ്റ് എഡിറ്റൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റിയൊരു എഫക്റ്റാണ് ഈ ഒരു ഹാലോ ബ്ലർ. അതുപോലെ തന്നെ ഡയമണ്ട് ബ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു എഫക്ട്സ് ആണ് ഈ ഒരു ക്യാമറ ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി ആ ഒരു വീഡിയോയിലൊരു ഷെയ്ക്ക് എഫക്റ്റ്, അതായത് നമ്മൾ ആഡ് ചെയ്ത ഷെയ്ക്ക് അല്ലാണ്ട് ഒരു ഷെയ്ക്ക് കൂടെ അഡീഷണൽ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം വീഡിയോ എഫക്ട്സ് ഉണ്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാത്തത്. ഈ ഒരു ഡയമണ്ട് സൂം ആയാലും, ഡയമണ്ട് സൂം എന്ന് പറഞ്ഞാൽ ഹാലോ ബ്ലറിൻ്റെ വേറൊരു ടൈപ്പാണ്. ഒരു ഡയമണ്ട് മാതിരിയുള്ള ബ്ലറായിരിക്കും കിട്ടുക. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു രീതിക്കുള്ള ബ്ലറാണ് നമുക്ക് ഡയമണ്ട് സൂമിൽ കിട്ടുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ അധികം നമുക്ക് ഇതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു.